എല്ലാവർക്കും എൻ്റെ പുനർജനി ഹസ്തരേഖയിലോട്ടും ജ്യോതിഷത്തിലോട്ടും സ്വാഗതം. ഞാനിവിടെ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ കലാകാരന്മാരുടെ കയ്യെപ്പറ്റിയാണ്. ഒത്തിരി ശ്രോതാക്കൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, മാഡം ഞങ്ങൾക്ക് ഒത്തിരി കഴിവുണ്ട്, പാടാൻ കഴിവുണ്ട്, ഡാൻസ് കളിക്കാൻ പെമ്പിളെല്ലാം ഡാൻസ് കളിക്കാൻ കഴിവുണ്ട്, പാട്ട് പാടാൻ കഴിവുണ്ട്, പ്രസംഗിക്കാൻ കഴിവുണ്ട്, ചിത്രരചനയുണ്ട്, പക്ഷേ ഒന്നിലും ഞാൻ എത്തുന്നതേ ഇല്ല, എന്തൊക്കെ ഉണ്ടായിട്ട് പകുതി വെച്ച് നിന്ന് പോകുന്നു. അപ്പോൾ എനിക്ക് അതിനൊരു ഉപാധി പറഞ്ഞു തരാമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഹസ്തരേഖയിൽ തന്നെ ഈ പലതരത്തിലുള്ള കൈകൾ തന്നെ പലതരത്തിലുണ്ട്. 7 തരത്തിലുള്ള കൈയുണ്ട്. നമുക്ക് ചെറിയ കൈയുണ്ട്, വലിയ കൈയുണ്ട്, ഇങ്ങനെ പലതരത്തിലുള്ള കൈയുണ്ട്. ചെറിയ കൈക്കാർക്കൊക്കെ പെട്ടെന്ന് പല കാര്യങ്ങളും പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും, ചിന്തിക്കത്ത് പോലുമില്ല. വലിയ കൈയുള്ളവരാണ് വളരെ ചിന്തിച്ചിട്ടേ കാര്യങ്ങൾ ചെയ്യുള്ളൂ. ഇവിടെ കലാകാരന്മാരുടെ കൈ എന്ന് പറഞ്ഞാൽ പൊതുവെ നല്ല നീളമുള്ള കൈയായിരിക്കും, വിരലുകൾക്ക് വളരെ നീളം ഉണ്ടായിരിക്കും. വിരലുകൾക്ക് നീളമുണ്ട്, ഏത് കൈയായിരുന്നാലും വിരലുകൾക്ക് നല്ല നീളം ഉണ്ടെങ്കിൽ അവർ ഒത്തിരി ബുദ്ധിമാന്മാരൊക്കെ ആയിരിക്കും. ബുദ്ധിപരമായിട്ട് ചിന്തിച്ചിട്ട് മാത്രമേ അവരുടെ കലാപരമായ കാര്യങ്ങളെല്ലാം അവർ മുന്നോട്ട് എടുക്കാറുള്ളൂ. ചിലർ പല രീതിയിൽ നോക്കിയിട്ട് മുന്നേറുന്നില്ല, അതിനെക്കാട്ടി ഒന്നും അറിയാത്തവർ മുന്നേറും എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ കലാകാരന്മാരുടെ കൈ എന്ന് പറയുമ്പോൾ നഖത്തിന് പോലും നല്ല നീളമാണ്, അതേപോലെ തന്നെ വിരലുകൾക്ക് വളരെ നീളം ഉണ്ടായിരിക്കും, നല്ല സൂചിയുടെ നീളമാണ് ഉള്ളത്. ഏത് നല്ല പാട്ട് പാടുന്നവരായിരുന്നാലും നാടകത്തിൽ പോകുന്നവരായിരുന്നാലും കഥാപ്രസംഗമായിരുന്നാലും ആർക്കായിരുന്നാലും നല്ലൊരു സൂര്യരേഖ വേണം. സൂര്യരേഖ ഉണ്ടെങ്കിൽ മാത്രമേ, സൂര്യരേഖ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് എങ്ങനെയായിരിക്കും, നമ്മൾ ചിലപ്പം ജനിക്കുമ്പോൾ സൂര്യരേഖ കാണത്തില്ല, വളരെ സൂര്യരേഖ ഉണ്ടെങ്കിൽ തന്നെ അതിൽ ഒത്തിരി ബ്ലോക്കൊക്കെ ആയിരിക്കും. അപ്പം നമ്മളൊരു കൈ നോക്കുമ്പോൾ അവർക്ക് നല്ലൊരു സൂര്യരേഖ ഉണ്ടെങ്കിൽ അവർക്ക് നന്നായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റുമെന്ന് നമുക്ക് പറയാം. എന്നിട്ടും സൂര്യരേഖ ഉണ്ടായിട്ടും അവർ അവരുടെ പരിപാടികളൊന്നും തന്നെ മുന്നേറുന്നില്ലെങ്കിൽ അതിനും നമുക്ക് കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി നടിമാർ, നടന്മാർ, കഥാപ്രസംഗം ചെയ്യുന്നവരെല്ലാം ഉണ്ടെങ്കിലും അവരുടെ പൊതുവായ കുറേ കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്തിട്ടായിരിക്കും അവർ വിജയത്തിലോട്ട് പോകുന്നത്. അതേസമയം അവരുടെ കൈ നോക്കുമ്പോൾ തന്നെ നമ്മൾ പ്രത്യേകമായിട്ട് നോക്കേണ്ട കാരണം വിരലുകളും. അതിന് കലാകാരന്മാരുടെ കൈയല്ല, ഏത് കൈയായിരുന്നാലും വിരലുകൾക്ക് നല്ല കഴിവുണ്ടെങ്കിൽ, നല്ല എഫിഷ്യൻസി, നമ്മുടെ കഴിവ് അവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ കലാകാരന്മാരുടെ കൈയാണെങ്കിലും നല്ല ചട്ടുക വിരലാണെങ്കിൽ അവർ പല മെത്തേഡ്, അവരുടെ ചിത്രരചന എല്ലാം, ഇപ്പോൾ ചിത്രരചന എന്ന് പറയുമ്പോൾ എല്ലാവരും ചിത്രം വരയ്ക്കും, പക്ഷെ പുതിയ ടെക്നിക്സ് ഉപയോഗിച്ച് അവർ സമൂഹത്തെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെ മൊത്തം അട്രാക്റ്റ് ചെയ്യും. ഈ പടം വരച്ചതാര്, ഏത് ടെക്നിക്സ് ഉപയോഗിച്ചത് വരച്ചു. ഇപ്പോൾ കലാകാരന്മാർ എല്ലാവരും വരയ്ക്കും, പക്ഷേ മോസ്റ്റ് അട്രാക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ സൂര്യരേഖ. അതുപോലെ ചട്ടുകാറുള്ള വിരലുകൾക്ക് പല ടെക്നിക്സ് ഉപയോഗിച്ച് അവർക്ക് വേൾഡ് ഫേമസിലോട്ട് എത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് ഒരു പാട്ട് പാടലും സാധാരണ രീതിയിലൊരു പാട്ടായിരിക്കും, പക്ഷെ ആ പാട്ടിനെ ഡെവലപ്പ് ചെയ്യിപ്പിച്ച് അത് നമ്മുടെ സമൂഹത്തിൽ ലോകം മൊത്തം അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ താളത്തിനും ഈണത്തിലും ഒക്കെ ചെയ്യാൻ സാധിക്കുന്നത് ഈ ചട്ടുക വിരലുകൾക്ക് തന്നെയായിരിക്കും. ഇനി ഈ ചട്ടുക വിരൽ ഉണ്ടായാൽ മാത്രം പോരാ, സൂര്യരേഖ, പിന്നെ ഈ വ്യാഴമണ്ഡലം അതും കൂടെ ഒന്ന് ഉയർന്നിരിക്കുകയാണെങ്കിൽ ലോകം മൊത്തവും പറയും ആ പാട്ടുകാരന് അല്ലെങ്കിൽ ആ ചിത്രം എഴുതുന്ന ആളോ അല്ലെങ്കിൽ ആ കഥാപ്രസംഗം നടത്തുന്ന ആളാണോ നല്ല ആളാണ്, നന്നായിട്ട് പാടുകയും ചെയ്യും, ആൾക്കാരോട് പെരുമാറണം അറിയുകയും ചെയ്യുക. അദ്ദേഹം പുതിയ മെത്തേഡ് അഡോപ്റ്റ് ചെയ്തിട്ടായിരിക്കും ചിത്രരചന മുതൽ പാട്ട് മുതൽ സർവ്വ കാര്യങ്ങളും ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് അടിക്കാനും മറക്കരുത്. എന്ത് സംശയങ്ങൾക്കും എൻ്റെ യൂട്യൂബിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വിളിക്കാം. ഒത്തിരി പേര് വിളിക്കുന്നുണ്ട്. വിളിക്കുന്നവർക്കെല്ലാം നല്ലത് വരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.